ഹലോ ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് ട്രിപ്പാണ്. കല്യാണശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് വ്ലോഗാണ്. അപ്പോൾ വിത്ത് മൈ ഫാമിലി ആട്ടോ. എൻ്റെ ഉപ്പയും ഉമ്മയും കൂടി ഉണ്ട്. അപ്പം നമ്മൾ പട്ടാമ്പി ടു നെടുമ്പാശ്ശേരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി നിന്നാട്ടോ, കൊച്ചി നെടുമ്പാശ്ശേരി നിന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11-12 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇന്ന് തിരുവോണാട്ടോ. തിരുവോണത്തിൻ്റെ അന്നാണ്. ഇന്ന് ഉമ്മയുടെ ബർത്ത്ഡേയും കൂടിയിട്ടാണ്. അപ്പം നമ്മള് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം റോഡിൽ റഷ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അങ്ങനെ റഷോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. കാരണം തിരുവോണം ആയതുകൊണ്ടായിരിക്കാം തിരക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഒരു ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ എയർപോർട്ട് എത്താറായപ്പോൾ അതായത് ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും ട്ടോ. അപ്പം നമ്മൾ ആ ടൈമിൽ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചായയും അതേപോലെ കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത് ട്ടോ. കാരണം നമുക്ക് 8 മണിക്കാണ് ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഒരു 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 8 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ സമയത്താട്ടോ എത്തിയത്. കാരണം ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ നേരത്തെ എത്താൻ പറ്റി. പിന്നെ നമ്മളൊരു 4-5 ദിവസത്തേക്ക് കാറ് എയർപോർട്ടിലാട്ടോ പാർക്ക് ചെയ്യുന്നത്. 4-5 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാർ സേഫ് ആയിട്ട് ഇവിടെ ഇരുന്ന് കിടന്നോളും. പിന്നെ എന്താ ഞാൻ വരുമ്പോൾ നമ്മൾ ചെപ്പല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഷൂ ആണ് ഇടുന്നത് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഫുള്ള് ലഗേജ് നമുക്ക് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെരുപ്പ് ഞാൻ ഓൾറെഡി ലഗേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ഷൂ ആണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഷേ ഇട്ട് തരുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഷൂ ഒക്കെ ഇട്ട് തരുന്നു ട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ എത്തി. പിന്നെ ഞങ്ങള് കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ പ്രേമിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് താജ്മഹൽ പോകണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ആ റിയൽ ലൈഫിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു ഡ്രീം ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഗായ്സ് ഇതാണ് എൻ്റെയും ഷെയ്ഡും എയർപോർട്ട് ഔട്ട്ഫിറ്റ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് പിടിച്ചത്. അപ്പോൾ രസമുണ്ടോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലഗേജും പിന്നെ എനിക്കൊരു ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷനാണ്. എൻ്റെ ഉപ്പാക്ക് ലീവുണ്ട്. പിന്നെ എനിക്ക് കോളേജൊക്കെ ലീവാണ്. ഓണം വെക്കേഷൻ. ഇപ്പോൾ ഷെയ്ക്കും ലീവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിവിടെ എന്തായാലും നമുക്ക് സെറ്റായി. നമ്മൾ പെട്ടെന്ന് സെറ്റാക്കിയ ഒരു ട്രിപ്പാണ് കേട്ടോ. കാരണം ഞാനും കല്യാണശേഷം ഞങ്ങൾ ട്രിപ്പ് പറഞ്ഞൊരു പ്ലേസ് ഇവിടെ അല്ല കേട്ടോ. ഞങ്ങൾ വേറൊരു പ്ലേസും ഡെസ്റ്റിനേഷനൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമുക്കത് നടന്നില്ല. കാരണം പറയാം ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്കതങ്ങട് സെറ്റായില്ല. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ താജ്മഹൽ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ സംഭവമായിരുന്നു കേട്ടോ. ഞാനും ഇങ്ങനെ എപ്പോഴും പറയായിരുന്നു നമുക്കവിടെ പോകണം എന്ന്. അപ്പോൾ അത് ആ ഒരു സംഭവം നമുക്ക് പറ്റി. പിന്നെ നമ്മൾ ഡൽഹി മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള അവിടെയൊക്കെ നമ്മൾ ഏകദേശം മൊത്തം ഒന്ന് നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഓണായതുകൊണ്ട് കണ്ടോ പൂക്കളം, പിന്നെ ഒരു പുഴ, ഒരു തോണിയുടെ ഒക്കെ ഒരു 3D എഫക്റ്റ് ആട്ടോ എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. ഒക്കെ രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ബോഡി പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കിടന്നു കേട്ടോ എയർപോർട്ടിൽ. നമ്മൾ ഏകദേശം ബോഡി പാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലൈറ്റ് വരാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അത്ര കണ്ട് ഇരിക്കേണ്ട വന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇതാട്ടോ. നമ്മൾ ഞാൻ ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹാൻഡ് ബാഗിൽ നമ്മൾ ഗേൾസ് എന്തായാലും ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീന് അതൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് തീരെ ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലായിടത്തും നമ്മൾ അവർ ചെക്ക് ചെയ്ത് ലാസ്റ്റാണ് നമുക്ക് തരുള്ളൂ. എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം നമ്മൾ അത് എല്ലാം അതിൻ്റെതായ അറേഞ്ചൊക്കെ ചെയ്തിട്ട് പോവുക. പിന്നെ അത് ആ ടൈമിൽ അവിടെ വലിച്ചു വാരിയിട്ട് പിന്നെ അത് അതേപോലെ വെക്കണം. പിന്നെ ഞാൻ നോട്ട് ചെയ്ത കാര്യം ഫുൾ അവിടെ അവർ എന്താ പറയുക ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീന്, ലിക്വിഡ് ആയിട്ടുള്ള ക്രീമൊക്കെ അവർ ഒരുപാട് അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക്ക് മാറ്റ് ആയിരുന്നു. അതുപോലെ സൺസ്ക്രീനും കുറച്ച് തിക്കാണ്. അതുകൊണ്ടൊന്നും സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അധികം വെയിറ്റിംഗ് നമുക്കവിടെ വന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ള ഒരു ടൈമും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കറങ്ങി. പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജൊക്കെ നമ്മൾ ഫുള്ളാക്കി.
പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പം നമ്മൾ മുംബൈയിൽ ഇറങ്ങിയിട്ട് മുംബൈ ടു ഡൽഹിയാണ് ട്ടോ ഫ്ലൈറ്റ് വന്നിട്ട് നമുക്ക് ഇന്ത്യക്ക് ഫ്ലൈറ്റാണ്. പോകുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റാണ്. നമുക്ക് വരുമ്പോൾ ഡയറക്റ്റാണ് ട്ടോ ഡൽഹി ടു കൊച്ചിയാണ്. നമ്മുടെ 4 ആളെയും അത് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒന്നും അല്ല ട്ടോ. എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്നാലും കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഫസ്റ്റ് പോണ ട്രിപ്പാണ്. എക്സൈറ്റഡ് ആണ്. പക്ഷെ അത് നമ്മളെന്നാലും ഫസ്റ്റത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും ഒരു ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ ആയിരിക്കും ട്ടോ. അപ്പം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോ സീറ്റല്ല ട്ടോ. കാരണം എന്താ ഇങ്ങനെയാണ് എനിക്കും ശരിക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒപ്പീമിയും ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലായിരുന്നു അവര് ട്ടോ. എങ്കിലും ഞങ്ങൾക്ക് നമുക്ക് സംസാരിച്ചിട്ടിരിക്കായിരുന്നു ട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ഇതാ എടുത്തു. നമ്മളിങ്ങനെ കുറേ നേരം ഉറങ്ങി. പിന്നെ വർത്താനം പറഞ്ഞൊക്കെ ഇങ്ങനെ ടൈം ഇരുന്നു ട്ടോ. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ടു ഡൽഹി ഒരു 3-4 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് മുംബൈയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കാണ് നമ്മുടെ മുംബൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ട്ടോ ഡൽഹിക്ക്. നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ പോകുന്ന ഈ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയി. കാരണം ഞങ്ങൾ മുംബൈയിൽ എത്തിയപ്പോൾ 1 മണിയായി. 1 മണിക്കാണ് നമുക്ക് അവിടുന്ന് മുംബൈ ടു ഡൽഹി എന്നുള്ള ഫ്ലൈറ്റ്. അപ്പൊ ഇത് ഓൾറെഡി ഭയങ്കരമായിട്ട് ലേറ്റ് ആയി ട്ടോ. ലാൻഡിങ്ങിന്റെ ആ ടൈമില് എനിക്ക് തോന്നുന്നു ഒരു 1-1.25 മണിക്കൂറോളൊക്കെ ലാൻഡിങ്ങിന്റെ ആ ടൈമിൽ ഭയങ്കര ഡിലേ ആയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുംബൈയിൽ നിന്നുള്ള ഇത് മുംബൈ എയർപോർട്ടാണ് ട്ടോ. അപ്പൊ മുംബൈയിൽ നിന്നുള്ള ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റും അവര് കുറച്ച് ഇത് ഡിലേ ആയതുകൊണ്ട് തന്നെ 1 മണിക്കുള്ള ഫ്ലൈറ്റ് 5 മണിക്കാക്കി. അപ്പൊ നമ്മള് കറക്റ്റ് 1 മണിക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മുംബൈ എയർപോർട്ടിൽ. ഇനി നമ്മൾ 5 മണി വരെ അടുത്ത ഫ്ലൈറ്റ് വരെ എയർപോർട്ടിൽ ആ ടൈം ഇങ്ങനെ നിൽക്കണം. അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു ട്ടോ. കാരണം ഞാൻ ലാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാൻഡിങ് ആയല്ലോ എന്ന് വിചാരിച്ച് എണീച്ചതാ. പക്ഷെ എന്നിട്ട് വീണ്ടും കിടന്ന് ഞാൻ ഉറങ്ങി. കാരണം അത്രയും ടൈം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാകെ ഓൾറെഡി ടയേർഡാണ്. പിന്നെ എയർപോർട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ടയേർഡായിട്ടോ. പിന്നെ ഈ എയർപോർട്ട് എന്ന് പറയുമ്പോൾ മുംബൈ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു എയർപോർട്ടാണ്. എന്താണെന്നറിയില്ല, എനിക്കൊട്ടും ഇഷ്ടമായില്ല. കാരണം തീരെ ഒരു എന്താ പറയുക, ഹൈജീൻ അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ എന്തോ ഒട്ടും ഒരു നമ്മുടെ പിന്നെ എത്രയോ ബെറ്ററാണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ. ഇതെനിക്ക് വലിയ എയർപോർട്ടാണ്, പക്ഷെ തീരെ ഒരു വൃത്തിയില്ലായ്ക എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഗായ്സ് ഞാൻ ഫേസ് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് എടുത്തപ്പോൾ ഞാൻ കിടന്നു. പിന്നെ ലാൻഡ് ചെയ്യുന്ന ടൈമിലും ഞാൻ 1 മണിക്കൂറോളം കിടന്ന് ഉറങ്ങിയിട്ട്. അതാണ് ഫേസ് ഒക്കെ ഒരു ഇതായിട്ടിരിക്കുന്നത്. പിന്നെ ഈ എയർപോർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു അമ്പലം വൈബാണ് കേട്ടോ. അമ്പലത്തിന്റെ മറ്റേ കവാടം ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ. പിന്നെ നമുക്ക് 5 മണി വരെ ടൈം ഉണ്ട്. ഇപ്പൊ ഏകദേശം 1 മണിയൊക്കെ 1:15 ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ടൈം വരെ നമുക്ക് ഫുഡ് കഴിക്കണം. കാരണം ഞങ്ങള് ഡൽഹിയിൽ എത്തേണ്ടത് ശരിക്കും 5 മണിക്ക് ഡൽഹിയിൽ എത്തേണ്ടതാണ്. പക്ഷെ 5 മണിക്കാണ് ഇപ്പൊ മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഗായ്സ് ഫുള്ള് നടന്ന് കാലൊക്കെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ, വേദനിച്ചിട്ട്. കാരണം മുംബൈ എയർപോർട്ട് അത്യാവശ്യം വലുതാണ്. അപ്പൊ നമ്മള് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഡൽഹിയിലേക്ക്. അപ്പൊ അവരെ ആദ്യം മിസ്സായതുകൊണ്ട് തന്നെ പോലീസ് വിളിച്ചിട്ട് ആദ്യം കൊണ്ടുപോയി. കാരണം ടെർമിനൽ 3 എന്നായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ആ ടെർമിനൽ 3ക്ക് അവരെ കൊണ്ടുപോയി. പക്ഷെ നമ്മള് വാഷ്റൂമിൽ കയറി വന്നപ്പോഴത്തേക്കും അവരെ മിസ്സായി പോയി. അപ്പൊ നമ്മള് ടെർമിനൽ 3 അറിയാതെ ഒരുപാട് അവിടെ ഫുൾ നടന്നു കേട്ടോ. അങ്ങനെ വയ്യാണ്ടായി. അങ്ങനെ ലാസ്റ്റ് അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ KFC ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ KFC ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വേറെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ബർഗറായിരുന്നു 4 പേരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർഗറും അതേപോലെ KFCയുടെ കോളയായിരുന്നു. നമ്മൾ മുംബൈത്തെ കുറച്ചും കൂടി നമ്മളെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്ന് കരുതി ഗായ്സ്. പക്ഷെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ആകെ ആ KFCയുടെ കൊക്കോള മാത്രം നോർമലിൽ നിന്ന് ഒരു വ്യത്യാസം. അതിപ്പോൾ നമ്മളെ KFCയുടെ കൊക്കോള നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ
ബർഗറൊന്നും 5 പൈസക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വിശക്കുന്നതുകൊണ്ട് ഞാൻ കഴിച്ചതാണ്. അപ്പോൾ നമ്മളതാ എയർപോർട്ട് അവിടെ നമ്മളെ ടെർമിനൽ 3ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയും വെയിറ്റിംഗ് ഉണ്ട് കുറച്ച് നേരം. ഞങ്ങൾ അവിടെ എത്തി. വീണ്ടും 5 മണിന്നുള്ള ഫ്ലൈറ്റ് 5:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് വന്നതാ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയതും ഞാൻ കിടന്നുറങ്ങിയിട്ട്. ഇതൊക്കെ എടുത്ത ക്ലിപ്പിങ്സ് ആണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം നല്ല ഉറക്കമായിരുന്നു, അത്രയും ടയേർഡായിരുന്നു ഞാൻ കേട്ടോ. കാരണം അത്രയും നമ്മളവിടെ ഇരുന്നിരുന്നും നടന്നും വയ്യാണ്ടായി മുംബൈ എയർപോർട്ടിൽ നിന്ന്. ഇതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ ഡൽഹി എത്താറായപ്പോഴാണ് ഞാൻ എണീറ്റത്. കാരണം ആ വിൻഡോയിൽ കൂടി സൺലൈറ്റ് അടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത് കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. നമ്മൾ ഡൽഹിയിൽ എത്തിയത് നോർമലി പറഞ്ഞ ടൈമിനേക്കാളും കുറച്ചും കൂടി നേരം വൈകിട്ടാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ഒരു ദിവസം 2-3 ഡെസ്റ്റിനേഷൻ കവർ ചെയ്യണം എന്നായിരുന്നു പ്ലേസ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഈ ടൈം അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് അതിന് പറ്റിയില്ല. നമ്മൾ സാധാരണ ടൈം എടുത്ത ഒരു ദിവസം 2 പ്ലേസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഗൈസ് നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തി. എനിക്ക് മുംബൈ എയർപോർട്ടിനേക്കാളും ഇഷ്ടമായിട്ട് ഡൽഹി കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡും വൃത്തിയൊക്കെ എനിക്ക് തോന്നി. ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം മുംബൈ എയർപോർട്ട് പോരാ, ഡൽഹി പിന്നെ ഓക്കെ ആണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. പിന്നെ ഡൽഹി എയർപോർട്ട് ആണെങ്കിൽ അതിലും നല്ല മുംബൈനേക്കാളും വലിപ്പമുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് മെട്രോ സ്റ്റേഷനും എയർപോർട്ടും കൂടി അടുത്തടുത്താണ്. അപ്പൊ നമ്മളങ്ങനെ ഫൈനലി ഡൽഹിയിലെത്തി. ഗൈസ് നമ്മുടെ ലഗേജ് ആട്ടോ. ലഗേജ് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ലഗേജ് ഡയറക്റ്റ് വന്നിട്ട്, അതായത് കൊച്ചിയിൽ നിന്ന് ഞങ്ങള് കയറ്റി വിട്ട് ഡൽഹിയിൽ തന്നെ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ലഗേജ്. ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മുംബൈയിൽ നിന്ന് ലഗേജ് പിക്ക് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഡയറക്റ്റ് ലഗേജ് ഡൽഹിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ എയർപോർട്ടിന് പുറത്ത് കയറിയപ്പോഴത്തേക്കും നമ്മളുടെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. ടാക്സി ആയിട്ട് ഡ്രൈവർ അവിടെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചു. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. അവിടെ ഡൽഹിയിൽ തന്നെയാണ് സ്റ്റേ. നമ്മളിപ്പോൾ ഡൽഹിയിലാണ് സ്റ്റേ. കാരണം അവിടെ കുറച്ച് പ്ലേസൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ആഗ്രയ്ക്ക് പോവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ആ ഒരു ഏരിയ വന്നിട്ട്. പിന്നെ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രം ഇങ്ങനെയാണ്. പക്ഷെ ഡൽഹി എല്ലാ ഭാഗവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതിലൊക്കെ എത്രയോ ബെറ്റർ ആണെന്ന് അറിയാം നമ്മുടെ നാടൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഹോട്ടൽ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാണ്, ഫ്രഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ നമ്മളുടെ അടുത്ത പ്ലേസിലേക്ക് പോകട്ടെ. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ 5 മണിക്ക് എത്തേണ്ടതാണ്. 5 മണിക്ക് എത്തി ഡയറക്റ്റ് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ആ കറക്റ്റ് ലൊക്കേഷനിലെത്തി ഒരു 3-4 പ്ലേസ് കവർ ചെയ്യാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ തന്നെ സമയം 8:45-9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും ടൈമില്ല. നമ്മൾ ചെന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് പോകട്ടെ. അപ്പോൾ റൂമും കാര്യങ്ങളും അതേപോലെ സ്റ്റേ, അതേപോലെ ആഗ്ര ഫോർട്ട്, താജ്മഹലൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഞാനിങ്ങനെ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അതേപോലെ ലെങ്തി വീഡിയോ ഒക്കെ ഞാൻ അടുത്തതായിട്ട് ഇടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.